ഇങ്ങനത്തെ ഹോർമോൺ ഇംബാലൻസുകൾ കൂടുതൽ ഉണ്ടാക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഷുഗർ കൂടുന്ന രീതിയിലത്തെ ആഹാരങ്ങൾ, ഒരുപാട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഇതേപോലെ ആൻഡ്രോജൻ ലെവൽസ് കൂട്ടാം. മാം, അപ്പോൾ ഈ എത്രമാത്രം നമുക്ക് ഈ പേഷ്യൻസിന് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് അല്ലെങ്കിൽ ഡയറ്റ് കൊണ്ട് ഈ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഈ സ്കിൻ ഇഷ്യൂസ് എത്രമാത്രം നമുക്ക് ഈ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും? ആക്ച്വലി ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ്, ഈ PCOS പോലത്തെ കണ്ടീഷൻസ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഡയറ്റും ആണ്. അതായത് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ഹോർമോൺ ഇംബാലൻസുകൾ കൂടുതൽ ഉണ്ടാക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഷുഗർ കൂടുന്ന രീതിയിലത്തെ ആഹാരങ്ങൾ, അതായത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, മൈദ അടങ്ങിയ ആഹാരങ്ങൾ, ഒരുപാട് ഷുഗറി ആയിട്ടുള്ള ഫുഡുകൾ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇങ്ങനത്തെ ഗ്ലൈസീമിക് ഇൻഡെക്സ് പെട്ടെന്ന് കൂട്ടുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ്, അതെല്ലാം ഈ ഒരു ഹോർമോണൽ, അതായത് നമ്മുടെ മെയിൽ ഹോർമോൺസിനെ കുറച്ചൊന്ന് പെട്ടെന്ന് കൂട്ടുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ, ഒരുപാട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഇതേപോലെ ആൻഡ്രോജൻ ലെവൽസ് കൂട്ടാം. പിന്നെന്നുള്ളത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് നമ്മളിപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് കുറവാണ്, കുറച്ചുകൂടെ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അതായത് അധികം അനക്കമില്ലാത്ത രീതിയിലത്തെ ജോലികളൊക്കെ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതേപോലെ ഈ ഒരു ആൻഡ്രോജൻ ലെവൽസ് കുറച്ചൊന്ന് കൂടുതലാവും. അപ്പം ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് മോഡിഫൈ ചെയ്യുന്നത്.